ഈ ഈർക്കിളി കോർത്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാട്ടോ. അതെ, അടുപ്പ് യെസ് കേറി ഇങ്ങോട്ട് സീബ. ഹായ്. അപ്പം ഇന്നലെ നമ്മൾ ചക്കക്കുരുവിൻ്റെ ഷെയ്ക്കായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇന്നും ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഇന്നലെ ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി പോയ ടൈമിൽ അതെ ചെമ്മീനാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ചെമ്മീൻ ഒരു കുറച്ച് വലിപ്പമുള്ളതായപ്പോൾ കറി വെച്ചപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ച്. അതായത് ഈർക്കിളി, സൈബിൻ്റെ കയ്യിൽ ഈർക്കിളുണ്ട്, ഈ ഈർക്കിളി കോർത്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാട്ടോ. ഓള് പറഞ്ഞ മാതിരി തന്നെ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, ഈ സ്ഥലത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഈർക്കിളി കുത്തിയിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണ് ചെമ്മീൻ. അപ്പൊ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട സാധനം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ തോലൊന്ന് ജസ്റ്റ് കളയണം. തലന്റെ ഹെഡിലെ തോലല്ല, ബാക്കിയുള്ള തോല്. അതെല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും. എനിക്ക് തോല് കളയാൻ അറിയില്ല. അപ്പം നമുക്കൊന്ന് തോല് കളയാൻ വേണ്ടി കൊടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മൾ എന്തായാലും തോല് കളയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് സൈബ? നമുക്ക് അതെ അടുപ്പ് കൂട്ടണം. അപ്പം കല്ലുകളൊന്ന് ജസ്റ്റ് വെക്കുക. അതേപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ചെറിയൊരു നെറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. അതും ഇതിന്റെ മുകളിൽ വെക്കണം. ഈ വേണ്ട, ഞാൻ എടുത്തോണ്ട്. മാറ് മാറ്. ഈ രണ്ടെണ്ണം പോരെ റാഷിയെ? 3 മൂല ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ചാ പോരെ? കുറച്ച് കണൽ മതി നമുക്ക്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ മതി. കാരണം ചെമ്മീന് പെട്ടെന്ന് ആവും. ഓക്കെ, അപ്പം അടുപ്പ് നമ്മളത് സെറ്റായി. ഇനി ഇൻഗ്രീഡിയൻസ് വെക്കണം, നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്ത് വെക്കണം. അങ്ങനെ നമ്മളെ ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ ചെമ്മീനും സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഈർക്കിളി, പച്ച ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് സൈബ? മുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ എന്താ ചപ്പുപുതിന, അതെ, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇത് പച്ചമുളക്. അപ്പം ഇതൊക്കെ കൂടി നമുക്ക് ശരിക്ക് ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ജസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് അടിച്ചിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ പേസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈർക്കിളിൽ കോർത്തതിന് ശേഷം ഇത് തേച്ച് പിടിപ്പിക്കുന്ന ഒരു ചടങ്ങാണുള്ളത് അല്ലേ? ഇനി അതിന് മുന്നായിട്ട് നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യേണ്ടത്. എന്താ ചെയ്യാ സീബ? അതെ, കണലാക്കാൻ വേണ്ടി കത്തിച്ച് വെക്കണം. ആ ഒരു ചെറിയൊരു ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? കത്തിക്കല്ലേ? ഇത് കത്തി നല്ലൊന്ന് കണലായി നിൽക്കണം. അപ്പോൾ തന്നെ നമുക്കിതൊക്കെ തേച്ച് പിടിപ്പിക്കാം. കാരണം അത്ര വലിയ ചൂടൊന്നും വേണ്ടല്ലോ. ആദ്യമായിട്ടാണ് ചെമ്മീന് കോർക്കാൻ നിൽക്കുന്നത്. ബാക്കിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. യെസ് കയറി പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. തലയിൽ കൂടെ അല്ല, അതിൻ്റെ മുന്നിൽ കൂടെ വന്ന്. ഫസ്റ്റ് സെറ്റായി. വലിയ ഭംഗിയില്ലാന്നുണ്ടെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് പണി എന്താ പാളി? പണിവാളിയാ? ബാക്കിന്ന് ഇങ്ങനെ തലഭാഗത്തു കൂടെ കേറി. അടുത്തത് രണ്ടാണല്ലോ കുന്താണ്. എൻ്റെ മോട്ട് ഈ പുറത്തുണ്ട് മോജി കൊട്ടാ. അങ്ങനെ 3 കറക്റ്റ് സക്സസ്ഫുള്ളി സെറ്റ് ചെയ്തിരിക്കുകയാണ്. കുന്താൻ ശത്രു
ചത്തപ്പുല്ലല്ല. എന്താണ് എന്താ ദൈവ ചത്തപ്പുല്ലല്ല കുന്താണ്. എനിക്ക് ഒന്ന് തേക്കണ്ടേ? ഇത് തേക്കണില്ല? എന്താ ഞാൻ ഇത് മാത്രം തേക്കും. എന്തിനാ തേക്കണേ? പറ്റി കൊടുത്ത് പിന്നെ എന്താ ചെയ്യേണ്ടി പോട്ടെ? എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത പോലെയാണ്. ഇവിടെ കുത്തി അങ്ങനെ തന്നെ വേണം. കണ്ടില്ലേ ഈ അറ്റത്തുള്ള തൊലി എടുത്തിട്ടില്ല, അതേപോലെ തന്നെ മുകളിലും എടുത്തില്ല, ബാക്കി സെന്ററിലുള്ള ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഇഷ്ടട്ടുള്ളൂ, തലഭാഗത്തൊന്നും ഇഷ്ടേ. അല്ല ഇതിന്റെ തൊള്ള പൂച്ചന്റെ കാത്തിരിക്കണ പൂച്ചന്റെ ഇട്ട് ഇത് തിന്നാൻ കാത്തിരിക്കുന്നുണ്ട്. പൂച്ചയ്യ ഇത് തിന്നാൻ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി 2 കൂടിയേ ബാക്കിയുള്ളൂ. ആക്ച്വലി ഫ്രഷ് അല്ല, ഒരു ദിവസം ഉറങ്ങിയതാണ്. ശരിക്കും അതിന് മുന്നേ ഉറങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. വീട്ടിൽ ഇന്നലെ മേടിച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് കിട്ടുന്ന മീനൊന്നും ജസ്റ്റ് അപ്പം പിടിച്ച സാധനം ഒന്നല്ലല്ലോ, അതും കഴിഞ്ഞ് നമ്മൾ നിന്നതാണ്. ഇതിന്റെ തല ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് മാത്രം ഒന്ന് നമുക്ക് കളയാം. അപ്പോൾ നമ്മുടെ പച്ചയിർക്കിളി കോർത്തിട്ടുള്ള ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. വലിയ ഭംഗിയിലൊന്നും ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, എന്നാലും ഉള്ളിൽ കൂടെ തന്നെ ഞാൻ കോർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേക്കല്ലേ സൈബ മസാല സൈബ ഒക്കെ ഉണ്ട്. കൈ ഇതാവരുത് കേട്ടോ സൈബ. സൈബക്ക് എരിവിന് നല്ല പ്രശ്നമുള്ളതാ. തിന്നൂല? പിന്നെ മണം കേട്ടിഞ്ഞ് തിന്നാൻ തോന്നിയാലോ? ഓക്കെ, ഇതിപ്പോ എത്ര മതി സൈബ? അടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. പോകാൻ പാടുണ്ട്. ഓക്കെ, നമ്മുടെ അടുപ്പ് കത്തി കഴിയാനായോന്നൊരു ഡൗട്ട് ഉണ്ട്. നല്ല തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണൽ മാത്രം ചെറുതായിട്ട് ആയാൽ മതി, കാരണം ഇതിന് അത്ര വലിയ വേവ് വേണ്ടാത്തതിനെ കൊണ്ട്. പേടിയാണ് ചെമ്മീനിക്കുന്ന, പതുക്കെ തന്നെ ആക്കുള്ളൂ. പിന്നെ നന്നായിട്ട് തേച്ച് 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 പിടിപ്പിക്കാം. സേവ് ഇത് കൂടുതലാവേണ്ടി കുറച്ച് കുറച്ച് എടുത്ത് ചെയ്താൽ മതി. ഇതെൻ്റെ കയ്യിലേക്കാണ് മൊത്തം വരുന്നത് സേവ് തേക്കുമ്പോൾ. മുള്ളു കുത്തിട്ടോ നോക്കണേ. നന്നായിട്ട് പുക വരണ്ട ദീപ. സൈബഞ്ഞ് പോയി കൈ കഴിക്കണം, അല്ലെങ്കിൽ കൈ എരിയും. ചെല്ല് സൈബ കൈ കഴിക്കാതെ പോട്ടോ. അപ്പോൾ അതിന് നമുക്കിതൊന്ന് തേച്ച് ഫില്ല് ചെയ്യാം. യെസ്, നമ്മുടെ കഴിയാനായി. അവസാനം ഒന്നാണ് മസാല ഒന്നുകൂടി ജസ്റ്റ് മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ എന്തായാലും കുറച്ച് ടൈം തേച്ച് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം. കുറേ ടൈം വെക്കുന്ന ടീമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കുറച്ച് നേരം വെക്കുന്നുള്ളൂ. കാരണം നമുക്ക് ക്ഷമയില്ലാത്ത ആൾക്കാരൊന്നും. സെറ്റായില്ലേ ദൈബ? തിന്നാ? ഓക്കെ, ഇനി അതൊന്നൊരു 10 മിനിറ്റ് നിന്നോട്ടെ. അപ്പോൾ തന്നെ നമുക്ക് അടുപ്പിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പം എന്തായാലും നമുക്ക് വെക്കാൻ തുടങ്ങാം. ഒരുപാട് കഷ്ടപ്പെട്ടോ ഈ കണലുണ്ടാക്കിയത്. യെസ്,
വേണ്ടേ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്. ആവട്ടെ, ഫസ്റ്റ് സെക്ഷൻ ആവട്ടെ. ഗ്യാപ്പ് ഉള്ളതിനോട് നമുക്ക് ഫുള്ളായിട്ട് വെച്ചു കൊടുക്കാം എന്തായാലും. ഓക്കെ, നല്ലോണം ഇതാക്കി കൊടുക്കുക. കണല് ചൂടാവാൻ വേണ്ടിട്ട് വീശി കൊടുക്കുക. ഈ പുക അടിച്ച് കണ്ണു വിരിഞ്ഞ് ജലദോഷം പിടിച്ച മാതിരിയായി. എനിക്കില്ലേ സൈബ? പൊരിഞ്ഞോ? തിരിച്ച് വെച്ചെടുക്കുക. ഓന് എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് പിന്നെ ഇങ്ങനെ മറിച്ചിട്ട് പിന്നെ ഈ കയ്യിൽ അത് ഇതാക്കിയിട്ട് ഓൻ എന്ത് ചെയ്യും അറിയാം. ഞാൻ തിന്നൂല, ഓൻ മാത്രം തിന്നു. ഇത് കഴിഞ്ഞിട്ട് വേറെയും വീഡിയോ ഉണ്ട്. അത് പറഞ്ഞ എനിക്കറിയില്ല, എനിക്ക് അറിയുള്ളൂ. പറഞ്ഞു കൊടുക്ക് പൊട്ടാ. ഇതൊരു കുക്കിംഗ് ചാനലായിട്ട് മാറുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം അടുത്തത് മുരുവിറച്ചില്ലേ നിങ്ങൾക്ക്, അതിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുക്ക് ചെയ്യണം. കുക്കിംഗ് ചൂട് ഭയങ്കരമാണ്. ഈ ചൂട് കാലത്ത് ഈ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഡബിൾ ചൂടാണ്. അപ്പോൾ എന്തായാലും അടുത്തതെന്നല്ലേ മുരുവിറച്ചി, മുരിങ്ങ എന്നൊക്കെ ചിലരൊക്കെ പറയും. ഈ അതായത് കക്ക പോലത്തെ ഒരു സാധനം തന്നെ ഉണ്ടല്ലോ, വലിയ ചെല്ല്, ഓയിസ്റ്റർ എന്നും പറയും. ഈ സാധനം ഓയിസ്റ്ററാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് തിന്നോക്കണല്ലേ, കായും കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കഷ്ടപ്പെട്ട് തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തിന്നൂല, ഇത് മാത്രം തിന്നോളാം. സൈബ ചൂടുകൊണ്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഒരു പീസ് ഉണ്ടായിരുന്നില്ല തലയില്ലാത്ത, ആ തലയില്ലാത്ത പീസ് എടുത്ത് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല കിഡുമായിട്ട് ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മളെന്തായാലും എടുക്കുകയാണ്. പോര് മക്കളെ. ഇപ്പോൾ കണലൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ചുവന്ന കളറുമാതിരി ആയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. റെഡിയായി, സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക്. അങ്ങനെ ഇനി ടേസ്റ്റ് നോക്കുന്ന ചടങ്ങാണ്. സൈബക്കുള്ളതില്ലേ, എപ്പോഴും അവൾക്ക് എരിവ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അവൾക്കുള്ളത്. എന്നാ ചെമ്മീനെ കൊടുത്താൽ കഴുകിയിട്ടാണ് അവൾ എടുക്കുക അല്ലേ? ഇത്തിരി ഇതാക്കട്ടെ സൈബ, ലെമണ് ലെമണാക്കാം. ഓക്കെ, ഇങ്ങനെ സൈബ നല്ല ടേസ്റ്റ് ഉണ്ടാ? ഇങ്ങനെ എരുണ്ടാ? കിഡു സാധനം. ലെമണും കൂടി ഒഴിക്കുന്നതിന് കൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ടേസ്റ്റ് ഉണ്ടോ? എന്താ? ഓക്കെ, അപ്പോൾ സൈബ ലെമണോ? ലെമൺ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്.
ഇഷ്ടമാണ്. ഇഷ്ടമാണ്? നാരങ്ങ ഇഷ്ടമാണ് എനിക്ക്. ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ഈർക്കിളിൽ കോർത്തിട്ടുള്ള ചെമ്മീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നില്ലേ സൈബ? സൈബക്ക് എരിവ് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല എരിവുണ്ട് അല്ലേ? കണ്ണൊക്കെ മാറിയിട്ടുണ്ട്. കേൾക്കട്ടെ. അപ്പോൾ ഇപ്പം എന്തായാലും പറയും, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ? വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയും. പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൈബക്കാണെങ്കിൽ എരിയുണ്ട്, എനിക്കും എരിയുണ്ട്, പക്ഷേ അതാ ടേസ്റ്റ് ഉണ്ട്. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തണം. അടുത്തതും കുക്കിംഗ് വീഡിയോ ആവാനാണ് ചാൻസ്, അല്ലെങ്കിൽ ചലഞ്ച് വീഡിയോ, പ്രാങ്ക് വീഡിയോ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് താഴെ കമൻറ്റിലും അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും അറിയിക്കുക. സൈബ ഇൻസ്റ്റ, അതേപോലെ തന്നെ റോഷൻസ് വ്ലോഗ്. ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക. വീണോ? ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്തായാലും സൈബ ഓക്കെ, എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാത്തവരിക്കും ബൈ ബൈ.